My God, when I in awesome wonder consider all the worlds I am. Prophetic books, പ്രവചന ഗ്രന്ഥങ്ങൾ. 2 പത്രോസ് 1 അധ്യായം 20-21 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണം. 2 പത്രോസ് 1 അധ്യായം 20-21 വാക്യങ്ങൾ. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ എല്ലാവരും ശ്രദ്ധിക്കണം. മനുഷ്യന്റെ പ്രവചനങ്ങളെ കുറിച്ചല്ല പറയുന്നത്, തിരുവഴുത്തിലെ. ഈ ബൈബിൾ കേൾപ്പിച്ച പെട്ടെന്ന് ഇത് വായിച്ചാട്ടെ. തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. സൈമൺ ബാസ്റ്ററയോ അലക്സ് ബ്രദറിന്റെയോ ജോർജ് ഊട്ടി ബ്രദറിന്റെയോ ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉണ്ടായതല്ല, ഉളവാകുന്നതല്ല. പിന്നെ എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ഈ ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ആദ്യം അറിയേണ്ട ഒരു വിഷയം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആദ്യം അറിയുന്നത് ഒടുവിൽ അറിയാനുള്ള കാര്യമുള്ളൂ? ഇല്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ അറിയണം, തിരുവഴുത്തിലെ പ്രവചനങ്ങളൊന്നും മനുഷ്യന്റെ സ്വന്തം വ്യാഖ്യാനമല്ല. സന്തോഷമുണ്ടോ? വിശ്വസിക്കാമോ? ആമേൻ. അടുത്തത്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. അടുത്തത്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. അടുത്തത്, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം. ദൈവകൽപ്പനയാൽ ആര് ദൈവത്തിന്റെ അരുളപ്പാട് പറയണമോ അവരെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ട് ഈ കൽപ്പന അങ്ങ് കൊടുക്കുക. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് പഠിക്കാൻ ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരി അബുദാബി ചാപ്റ്ററിൽ ദൈവം ഒരുക്കിയ അവസരത്തിനായി കാര്യം പറഞ്ഞു. സ്തോത്രം പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. ആമേൻ. സാധാരണ നമ്മള് കൂട്ടായ്മകളൊക്കെ പറയാറുണ്ട്, കർത്താവേ ഇന്ന് മനുഷ്യന്റെ ശബ്ദമല്ല കേൾക്കേണ്ട, പിന്നെ സാക്ഷാൽ ദൈവശബ്ദമായി നീ കേൾക്കാൻ പോകുന്നത്. ഒരാള് സ്വതന്ത്രം ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന്റെ ശബ്ദം വേണോ? ആമേൻ. ഞാനതിന് എതിരൊന്നുമല്ല, പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. വേദപുസ്തകത്തിൽ പ്രവാചകന്മാർക്കും പ്രവചന ഗ്രന്ഥങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. എന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർക്കും പ്രവചന ഗ്രന്ഥങ്ങൾക്കും വളരെ സ്ഥാനമുണ്ട്. 39 പുസ്തകങ്ങളുള്ള പഴയ നിയമത്തിൽ 17 പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യെശയ്യാവ് മുതൽ മലാക്കി വരെ 17 പുസ്തകങ്ങൾ പ്രവചനങ്ങൾ മാത്രമുള്ള പുസ്തകങ്ങളാണ്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊന്നും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊന്നും. യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, എസ്കേൽ, ദാനിയേൽ, ഈ 5 പുസ്തകങ്ങൾ വലിയ പ്രവാചകന്മാരുടെ പുസ്തകമാണ്. പിന്നെ ഹോശേയ മുതൽ മലാക്കി വരെ 12 പുസ്തകങ്ങൾ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ്. ഈ വലിയ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ അവർക്കൊരു 210 കിലോയും പിന്നെ ഒരു 8 അടി ഉയരവും ഒന്നും ചിന്തിക്കല്ലേ. ചെറിയ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ 2 അടി ഉയരമുള്ളൊന്നും ചിന്തിക്കല്ല. അവരുടെ ശുശ്രൂഷ കാലയളവിൽ ദൈവം കൊടുത്ത അരുളപ്പാടുകളുടെ അളവനുസരിച്ചാണ് അവരെ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും തരംതിരിച്ചത്. അവരുടെ ശാരീരിക വണ്ണത്തിന്റെയും നീളത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ദൈവം കൊടുത്ത അരുളപ്പാടുകളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. സ്വതന്ത്രം പറഞ്ഞേ. ആമേൻ. പ്രവചന ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളിൽ
ദൈവത്തിന്റെ 7 പ്രധാന കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരാൾ ആരാണെന്ന് അറിയണമെങ്കിൽ അവരുടെ വർത്തമാന സംസാരം കേട്ടാൽ മതി, അല്ലേ? അങ്ങനല്ലേ? അമ്മേ, നമ്മുടെ കൂട്ടായ്മയിലൊക്കെ വരുന്ന ആളുകളെ ആദ്യമായിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അല്പസമയം അവരോടൊന്ന് സംസാരിക്കും. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. വിവേചനപരം ഉണ്ടല്ലേ പറ്റത്തുള്ളൂ, അല്ലെ എല്ലാവരും ഒരു ദൈവത്തിന്റെ 7 വിധ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളാണ് പ്രവചന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവീയ അരുളപ്പാട് പരിശോധിച്ചാൽ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ആമേൻ. നമ്മുടെ സ്വഭാവം അറിയണമെങ്കിൽ നമ്മുടെ വാക്കുകൾ കേട്ടാൽ നമ്മുടെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ അറിയാൻ പറ്റും. രണ്ടാമത്, ദൈവത്തിന്റെ സ്നേഹം, ദ ലവ് ഓഫ് ഗോഡ്. ദൈവിക പ്രവചനങ്ങൾ പഠിക്കുന്ന ഒരു വേദ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവം സ്നേഹവാനാണ്. God is love, അല്ലേ? മൂന്നാമതായി, ദൈവിക അരുളപ്പാടുകൾ പരിശോധിക്കുന്ന ഒരു ഭക്തന് ദൈവിക വഴികളെ കുറിച്ച് ഗ്രഹിപ്പാൻ കഴിയും. The ways of God. ദൈവിക വഴികൾ എന്താണെന്നുള്ളത് ദൈവിക അരുളപ്പാടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമതായി, പ്രവചന ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ഒരു തിയോളജി സ്റ്റുഡന്റിന് ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദ പ്ലാൻ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പദ്ധതി എന്താണ്? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാരെ കുറിച്ചും സഹോദരിമാരെ കുറിച്ചുള്ള പദ്ധതി അറിയണമെങ്കിൽ മനോരമ പേപ്പർ വായിച്ചാൽ ഒന്നും പിടികിട്ടിയല്ല. ദൈവം തന്ന അരുളപ്പാട് പ്രവചന ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവത്തിന് നമ്മോടുള്ള പദ്ധതി ഗ്രഹിക്കാൻ കഴിയും. മാത്രമല്ല, അഞ്ചാമത്, ദൈവിക വീണ്ടെടുപ്പ് ഗ്രഹിക്കണമെങ്കിൽ പ്രവചന ഗ്രന്ഥങ്ങൾ പഠിക്കണം. The redemption of God. ആറാമതായി, ദൈവിക രക്ഷ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രവചന ഗ്രന്ഥങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ഒടുവിലായി, ദൈവത്തിന്റെ ന്യായവിധി ഏതെല്ലാം നിലകളിലാണെന്ന് പ്രവചന പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു 7 കാര്യം ഞാൻ പറഞ്ഞു. പ്രവചന ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 7 കാര്യങ്ങൾ ബോധ്യപ്പെടും. 1, ദൈവത്തിന്റെ സ്വഭാവം. 2, ദൈവത്തിന്റെ സ്നേഹം. 3, ദൈവത്തിന്റെ വഴികൾ. 4, ദൈവത്തിന്റെ പദ്ധതികൾ. 5, ദൈവത്തിന്റെ വീണ്ടെടുപ്പ്. 6, ദൈവത്തിന്റെ രക്ഷ. 7, ദൈവത്തിന്റെ ന്യായവിധി. ഈ 7 കാര്യം ഒന്ന് പറയാമോ? ആദ്യം സഹോദരന്മാരിൽ ഒരാൾ പറയണം, പിന്നെ സഹോദരിമാർ പറയും. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വീണ്ടെടുപ്പ്, ദൈവത്തിന്റെ രക്ഷ. അടുത്ത സൗരമാരുടെ ഭാഗത്തുനിന്ന് പ്ലീസ്. ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ പദ്ധതികൾ, ശക്തി കുറവാ, ചൂടെ ശക്തി വേണം. ദൈവത്തിന്റെ വീണ്ടെടുപ്പ്,
ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ ന്യായവിധി. ശലോമോന്റെ കാലഘട്ടം വരെ ശലോമോൻ ആരായിരുന്നു? അതുപോലെ പാസൊന്നുമല്ലായിരുന്നു. ശലോമോൻ ആരായിരുന്നു? പ്ലീസ്. ഒന്നാമത്തെ രാജാവാരാ? രണ്ടാമത്തേത്? മൂന്നാമത്തേത്? ദാവീദിന്റെ മകനായ ശലോമോൻ അല്ലെ? ശലോമോൻ രാജാവിന്റെ കാലഘട്ടം വരെ ഇസ്രായേൽ ഏക രാജ്യമായിരുന്നു. പ്രവചനങ്ങൾ പഠിക്കണമെങ്കിൽ ഒരു ശകല ഹിസ്റ്ററി നിങ്ങൾ തലയിലോട്ട് വേണം, അല്ല നടക്കില്ല. ശലോമോൻ രാജാവിന്റെ മരണശേഷം തന്റെ മകനായിരിക്കുന്ന രഹബയാം രാജസ്ഥാനത്തേക്ക് വന്നു. രഹബയാം ഭരണത്തിലേക്ക് വന്ന സമയത്ത് വളരെ പീഡനങ്ങളും അധിക നികുതികളും എല്ലാം, ചുരുക്കി പറഞ്ഞാൽ ജനത്തെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. ദൈവം നമുക്ക് തരുന്ന നല്ല ഭരണാധികാരികളെ ഒന്ന് സ്വതന്ത്രം ചെയ്ത്. ഈ സമയത്ത് ശലോമോന്റെ ദാസനായ യെരോബെയാം പറഞ്ഞു, ഈ പരിപാടി കൊണ്ട് പോയാൽ ഞങ്ങൾക്ക് നിങ്ങളോട് സഹകരിക്കാൻ ഒക്കില്ല. എത്ര നാൾ ഈ ശ്വാസം മുട്ടിയൊക്കെ ഇരിക്കുമെന്നേ അല്ലേ? പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സമയം പോലെ നിങ്ങൾ വേണമെന്ന് പെട്ടെന്ന് എടുത്തു വേഗത്തിൽ. രാജകന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 3 വാക്യങ്ങൾ. അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ അവനെ എടുപ്പിച്ചു. യെരോബെയാമും ഇസ്രായേൽ സഭയൊക്കെയും വന്ന് രഹബെയാമിനോട് സംസാരിച്ചു. നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. നിന്റെ അപ്പൻ എന്ന് പറഞ്ഞ ആരാ? രഹബെയാമിന്റെ അപ്പന്റെ പേര് പറയുന്നത്. ഓക്കെ, പറയാൻ പോയി കഴിഞ്ഞാൽ വല്ല വേറെ വല്ലതും കുഴപ്പമാണ്. പിന്നെ നിന്റെ അപ്പന്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരയണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. ഒരു റിലാക്സ് ഞങ്ങൾക്ക് വേണം. ഇനിയെങ്കിലും ഒരു സമാധാനം വേണം ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റിയല്ല. ഉടനെ മറുപടി കൊടുത്ത എന്താണെന്നറിയാമോ? അവനവരോട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾ പോയി 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വരണം. എന്തിനാണെന്നറിയാമോ? ഈ 3 ദിവസത്തിനകം ഒരു തീരുമാനം ഉണ്ടാവും. ഇവർ പോയി കഴിഞ്ഞിട്ട്, ജനം പോയി കഴിഞ്ഞിട്ട് ഇസ്രായേലിലെ വൃദ്ധന്മാരുടെ അടുക്കൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ ആ അധ്യായത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. വായിച്ചു, അത് കുറച്ച് ഭാഗം വായിക്കാം, നല്ലത്. അങ്ങനെ ജനം പോയി. രഹബെയാം രാജാവ് തന്റെ അപ്പനായ ശലോമോന്റെ ജീവകാലത്ത് അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു. ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്ത് ആലോചന പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവർ അവനോട്, വൃദ്ധന്മാർ രഹബെയാമിനോട്, നീ ഇന്ന് ഈ ജനത്തിന് വഴിവിട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഒരു ആത്മീയ ദൂത് ഇടയ്ക്ക് പറയാം കേട്ടോ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം തന്ന അധികാരമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ സ്നേഹത്തിന്റെ ആണെങ്കിൽ മാത്രമേ ജനം നമ്മളോട് നിൽക്കൂ. ഈ രോഗമൊക്കെ നമുക്ക് പിശാചിന്റെ അടുക്കലൊക്കെ അധികാരം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ പിശാചിനെ കാണുമ്പോൾ തൊഴുകയും ചെയ്യും. മനുഷ്യന് നമുക്ക് ഭയങ്കര അധികാരമാണ്. വൃദ്ധന്മാര് പറഞ്ഞു, രാജാവേ, ജനം നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ, നിന്റെ പ്രജയായിട്ട് ജനം നിൽക്കണമെങ്കിൽ ഒരു അല്പം എന്ത് ചെയ്യണം? മസിൽ പിടുത്തം അവസാനിപ്പിക്കണം. വൃദ്ധന്മാർ ഇത് പറഞ്ഞപ്പോ യജമാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ തലമുറയിൽപ്പെട്ട ആളല്ലല്ലോ ആരെ? വൃദ്ധന്മാർ. മനസ്സിലായോ?
എല്ലാം നല്ല കാര്യമൊക്കെ അറിയണമെങ്കിൽ ഇച്ചിരി പഴക്കവും തഴക്കവും എക്സ്പീരിയൻസ് ഉള്ളവരുമായിട്ടൊക്കെ ഡീൽ ചെയ്യണം. ഇന്നലെ കൊടുത്ത തകരോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഴുവൻ നശിപ്പിക്കുന്നു. ഉടനെ അടുത്തത് എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു. തന്നോടുകൂടെ ഇതൊരു പ്രഹസനമല്ലായിരുന്നു അവർ എനിക്ക് ചെന്ന് പറഞ്ഞത്. പറയാമല്ലോ, ഞാൻ അച്ഛനെ കണ്ടായിരുന്നു, ഞങ്ങൾ കാര്യം പറഞ്ഞായിരുന്നു, ചെയ്തു എന്റെ ഇഷ്ടമാണെന്ന് അല്ലേ. രഹബയാം ഇഷ്ടപ്പെട്ടില്ല. വൃദ്ധന്മാർ പറഞ്ഞ ആലോചന എന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടില്ല. അടുത്തത് തന്നോടുകൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു. നല്ല കക്ഷികളല്ലേ. യവനക്കാർ എനിക്ക് പറഞ്ഞ ഇന്നത്തെ പറയാൻ ഇഷ്ടമില്ല, അടിച്ചു പൊളിച്ചോളാൻ പറയും അല്ലേ. എന്നാ പറയും? നീ അടിച്ചു പൊളിച്ചോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയും. അറിയത്തില്ലേ? അവിടെ ചെന്നു അവരെന്നാ പറഞ്ഞു കൊടുത്തത്? യവനക്കാരെന്നാ പറഞ്ഞു കൊടുത്തത്? എന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ചു തരയണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്ത് ആലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു. അവനോടുകൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു. നിനക്ക് അറിഞ്ഞിട്ടില്ല, കഷ്ടം അനുഭവിച്ച വിശപ്പ് എന്താണെന്ന് അറിയത്തില്ല, വസ്ത്രത്തിന്റെ ക്ഷാമം എന്താണെന്ന് അറിയത്തില്ല, പിന്നെ അക്കോമഡേഷന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല, ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും അറിയാത്ത ഈ പിള്ളേരുടെയൊക്കെ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെന്നാ പറഞ്ഞു? നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട് എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണം. എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ ഈ രാജാവിന്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്നും നല്ല അക്കോമഡേഷനും ഉണ്ട്, എന്നും നല്ല ഫുഡും ഉണ്ട്, എന്നും നല്ല വസ്ത്രമുണ്ട്. ജനം എങ്ങനെ കിടന്നാലെന്നാ ഞങ്ങളുടെ കാര്യം ചിന്താവും. ഈ കൈത്തറിക്കാരിക്കലെ പണ്ടൊരിക്കൽ ഞാൻ കാണാൻ പോയി നോർത്ത് പറവൂര്. എനിക്കും എന്താ പിന്നെ എനിക്കും അതെങ്ങനെ കാണിക്കുന്നത്? വളരെ ഭംഗിയായിട്ട് കാണിക്കും. എനിക്കും എന്റെ മക്കൾക്കും ജനത്തിന്റെ കാര്യം ഒരു വിഷയമല്ല. ചുരുക്കി പറഞ്ഞാൽ വൃദ്ധന്മാര് പറഞ്ഞു ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്യണം, അല്ല ജനത്തെ കിട്ടിയല്ല. രഹബയാമിലൂടെ വളർന്ന യവനക്കാര് പറഞ്ഞു പറ്റിയല്ല, നിന്റെ അപ്പൻ ചെയ്തതിനേക്കാൾ എന്ത് ചെയ്യണം, ഇച്ചിരി കാര്യങ്ങൾ കടുപ്പിക്കണം. ഈ ഡിവിഷൻസ് ഒക്കെ ഉണ്ടാകുന്ന മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. നീ എന്താ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒറ്റ വാക്ക് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ പല ഡിവിഷൻസ് മാറിപ്പോകും. ഒന്ന് കൈത്താങ്ങൾ ചെയ്യേണ്ട സ്ഥാനത്ത്, ഒന്ന് സ്നേഹിക്കേണ്ട സ്ഥാനത്ത്, ഒന്ന് മാനിക്കേണ്ട സ്ഥാനത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഒന്ന് പറഞ്ഞേ. സ്വത്രം ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് തുറക്കം വരിക. ഉടനേരം യരോബയാം പറഞ്ഞു, ശലോമോന്റെ ദാസൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്തു, ഞങ്ങൾ അങ്ങോട്ടില്ല. രഹബയാം വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞാൽ രാജാവല്ലേ എല്ലാവരും കാണുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഈ ടൈയൊക്കെ പിടിച്ചിരുന്നു അവിടെ കിട്ടതാണ്. സംഭവിച്ചെന്താണെന്നറിയാം, 10 ഗോത്രം രഹബയാമിനെ വിട്ടങ്ങ് പോയി. അവർ നേരെ വടക്കോട്ട് പോയിട്ട് വടക്കേ രാജ്യം എന്ന നിലയിൽ ശമരിയെ തലസ്ഥാനമൊക്കെ ആക്കി അവരവിടെ നിന്നു. രഹബയാമിന് കിട്ടിയത് എത്ര അറിയാമോ? അഹങ്കാരികൾക്ക് ഒത്തിരി ഒന്നും കിട്ടിയല്ല. എല്ലാ ദൈവവും വേണമെങ്കിൽ ദൈവസന്നിധാനം, ദൈവസന്നിധി വല്ലതും പ്രാപിക്കണമെങ്കിൽ അതനുസരിച്ച് വിനയപ്പെടണം. സ്തോത്രം. യൗവനക്കാരുമായിട്ടുള്ള ആലോചനയിൽ രഹബയാം വിചാരിച്ച് മൊത്തം കിട്ടുമെന്ന് വിചാരിച്ചു, പിന്നെ കിട്ടിയത് അത്ര. അങ്ങനെ ഈ പ്രവചന ഗ്രന്ഥങ്ങൾ പഠിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഈ 17 പുസ്തകങ്ങളും വടക്കേ രാജ്യത്തെ കേന്ദ്രമാക്കിയും തെക്കേ രാജ്യത്തെ കേന്ദ്രമാക്കിയും എഴുതപ്പെട്ടതായിരിക്കും ഗ്രന്ഥങ്ങളാണ്. ഇവരെ മാറ്റിവെച്ചാൽ പ്രവചന ഗ്രന്ഥങ്ങൾ പ്രസക്തിയില്ല. ദൈവത്തിന്റെ ദൂത് വടക്കേ രാജ്യത്തോടും ഉണ്ടായിരുന്നു, തെക്കേ രാജ്യത്തോടും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും 2 റൂട്ടിലാണ് ആയി മാറിപ്പോയി.
വടക്കേ രാജ്യത്തെ അറിയപ്പെട്ടത് ഇസ്രായേൽ എന്നും തെക്കേ രാജ്യത്തെ അറിയപ്പെട്ടത് യഹൂദ എന്നുമായി. പക്ഷേ കാലക്രമത്തിൽ ദൈവിക പ്രമാണത്തിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോയി. അവർ വിഗ്രഹാരാധികളായി തീർന്നു, ദുർമാർഗികളായി തീർന്നു. തൽഫലമായി പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. നാം കുറച്ച് കഴിഞ്ഞ് അതൊക്കെ പഠിക്കാം. പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് അവരുടെ ആലോചന പറഞ്ഞവർ ചെവിക്കൊണ്ടില്ല. അങ്ങനെ BC 721 10 ഗോത്രങ്ങൾ അടങ്ങുന്ന വടക്കേ രാജ്യത്തെ മുഴുവൻ അശൂരിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി, അടിമകളായി കൊണ്ടുപോയി. അശൂർ സാമ്രാജ്യം 10 ഗോത്രങ്ങളുമേൽ ആധിപത്യം ഉറപ്പിച്ചു. ഇത് കണ്ടിട്ടെങ്കിലും തെക്കേ രാജ്യമായ യഹൂദയ്ക്ക് മടങ്ങി വരാമായിരുന്നു. പക്ഷെ അവർ മടങ്ങി വന്നില്ല. അവരും കാലക്രമത്തിൽ വടക്കേ രാജ്യത്തിന്റെ മാതൃക പിന്തുടർന്നു. തൽഫലമായി 135 വർഷങ്ങൾക്ക് ശേഷം ഈ 2 ഗോത്രങ്ങളെ നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിടയായിട്ട്. നോക്കണേ, പക്ഷെ ദൈവത്തിന്റെ കരുണ ഞാൻ പറയട്ടെ, 10 ഗോത്രങ്ങളെ കുറിച്ച് ഇന്ന് ഒരു വിവരമില്ല. അവരെന്ത് ചെയ്യുന്ന പോലും അറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ വരവിന് ശേഷം മഹോദര കാലയളവിൽ 12 ഗോത്രങ്ങളിൽ നിന്നും അതേ 12,000 വെച്ച് ആളുകളെ വേർതിരിക്കേണ്ടത് കൊണ്ട് ആ കാലഘട്ടത്തിലെങ്കിലും അവരെ ദൈവം മടക്കി വരുത്തുന്നു ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ DNA ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ ഇസ്രായേൽ ജനത്തിന് ആവശ്യമുള്ളതായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ അവർ മടക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, ഒരു ന്യൂനപക്ഷത്തെ ദൈവം തകർത്ത് കളഞ്ഞില്ല. 70 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവം അവരെ മടക്കി വരുത്തുവാനിടയായി. അല്പമെങ്കിലും ദൈവകൃപയും അല്പമെങ്കിലും ആത്മീയ ദാഹമുള്ള ഒരു ഭക്തൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കുടുംബം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കൂട്ടായ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരിക്കലും നിന്നെ പൂർണ്ണമായി ദൈവം തകർത്ത് കളയത്തില്ല. ഒരു സമയത്ത് ദൈവം നിന്നെ മടക്കി വരുത്തിയിരിക്കുമെന്ന് പരിശുദ്ധാത്മ ഓർപ്പിക്കുക. 3 ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു ദൈവത്തിന്റെ ദൂത് അറിയിച്ചിരുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബാബിലോണിലെ പ്രവാസം. സമയമുണ്ടെങ്കിൽ ഒടുവിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പ്രവാസത്തിന് മുൻപ് പ്രവചിച്ച പ്രവാചകന്മാർ, അതായത് നെബൂഖദ്നേസർ രാജാവ് യഹൂദ ജനത്തെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് പ്രവചിച്ച പ്രവാചകന്മാർ, ബാബിലോണിൽ വന്നതിന് ശേഷം പ്രവാസിയുടെ ഇടയിൽ പ്രവചിച്ച പ്രവാചകന്മാർ, ദൈവം അവരെ മടക്കി വരുത്തിയതിനു ശേഷം പ്രവചിച്ച പ്രവാചകന്മാർ. പ്രവാചകന്മാരെ 3 തരംതിരിച്ച് പഠിക്കാം. പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ചവർ, പ്രവാസത്തിൽ പ്രവചിച്ചവർ, പ്രവാസത്തിന് ശേഷം പ്രവചിച്ചവർ. പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ചവരെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. 1, പ്രവാസത്തിൽ പ്രവചിച്ച പ്രവാചകന്മാര് എഹെസ്കേലും ദാനിയേലുമാണ്. 2 പേരേ ഉള്ളൂ. ആരൊക്കെയാ? എഹെസ്കേലും ദാനിയേലും. പ്രവാസത്തിന് ശേഷം പ്രവചിച്ച പ്രവാചകന്മാര് 3 പേരാണ്, ഹഗായി, സെഖറിയാവ്, മലാക്കി. ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം പ്രവാസത്തിന് മുൻപെത്തിയതാണ്, പ്രവചിച്ചതാണ്. അതുകൊണ്ട് കാണാതെ പഠിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. പ്രവാസത്തിൽ പ്രവചിച്ചവരുടെ പേര് പഠിക്കുക, പ്രവാസത്തിന് ശേഷം പ്രവചിച്ചവരുടെ പേര് പഠിക്കുക. ബാക്കിയുള്ളവരെല്ലാം പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാരാണ്. ഏതാണ്ട് 11 പേര് പ്രവാസത്തിന് മുൻപ് പ്രവചിച്ചു. യെശയ്യാ, യിരെമ്യാ, ഹോശയ്യാ, യോവേൽ, ആമോസ്, ഓബദ്യാ, യോനാ, മീഖ, നാഹൂം, ഹബക്കൂക്ക്, സഫന്യാ, ഈ 11 പേരാണ് പ്രവാസത്തിന് മുമ്പ് എത്തിയത്, പ്രവചിച്ചത്. ഇനി
പ്രവാസത്തിൽ പ്രവചിച്ചത് എഹെസ്കേൽ ആൻഡ് ദാനിയേൽ. പ്രവാസത്തിന് മുൻപ് 11 പേര് പ്രവചിച്ചു. യെശയ്യാവ്, യെരമ്യാവ്, ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യ, യോന, മീഖ, നാഹൂം, ഹബക്കൂക്ക്, സഫന്യ. ബാബിലോണിയ പ്രവാസത്തിന് ശേഷം ശുശ്രൂഷിച്ചവരെ 3 പേരാണ്: ഹഗ്ഗായി, സക്കറിയാവ്, മലാഖി. ഒടുവിലത്തെ 3 പുസ്തകങ്ങൾ. പ്രവചനം എന്നത് ചരിത്രം മുൻകൂട്ടി അറിയിക്കുന്ന, ഹിസ്റ്ററി ഗിവൺ ഇൻ അഡ്വാൻസ്. ചരിത്രം മുൻകൂട്ടി അറിയിക്കുന്ന. ഒന്ന് നോക്കിക്കേ, ഇന്ന് നാം കാണുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാ പരിപാടികളും വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുക, അല്ലേ? സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സകല നക്ഷത്രങ്ങളും അതാത് പൊസിഷനിൽ നിലകൊള്ളുകയാണ്. പകൽ കൃത്യമായിട്ടുണ്ടാകുന്നു, രാത്രി കൃത്യമായിട്ടുണ്ടാകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ പരിപാടികളെല്ലാം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ ദൈവത്തിന്റെ ഭക്തന്മാരെ കുറിച്ചും ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. സകല മനുഷ്യവർഗത്തിന്റെയും കാര്യപരിപാടികൾ ദൈവിക പദ്ധതി അനുസരിച്ച് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ഇന്ന് രാത്രി ദൈവവചനം പഠിക്കുന്ന വേദവിദ്യാർത്ഥികളുമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേൽ ജനം ദൈവിക പ്രമാണങ്ങളെ അതിലംഘിച്ച് അതിക്രമത്തിലേക്കും ദുർമാർഗത്തിലേക്കും തിരിഞ്ഞപ്പോൾ അവരെ ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ യഹോവയെങ്കിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം വേർതിരിച്ച ഒരു കൂട്ടം ശുശ്രൂഷകന്മാരുണ്ട്. അവരുടെ പേരാണ് പ്രവാചകന്മാർ. എപ്പോഴാണ് പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത്? ഇസ്രായേൽ ജനം ആത്മീയ അധപ്പതനത്തിലേക്ക് പോയപ്പോൾ, അവരുടെ ആത്മീയ ജീവിതം പ്രഹസനമായി മാറിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അവരോട് മടങ്ങി വരാനുള്ള ആലോചന പറഞ്ഞു. രാജകുമാരന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യം വായിക്കാമോ? 2 Kings chapter 17 verse 13. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം ഒക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പീൻ എന്ന് സാക്ഷീകരിച്ചു. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും വടക്കേ രാജ്യത്തോടും തെക്കേ രാജ്യത്തോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിനൊത്തവണ്ണം ഒക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടപ്പിനെന്ന് സാക്ഷീകരിച്ചു. ദൈവവഴി വിട്ടുപോയ ദൈവജനത്തെ മടക്കി കൊണ്ടുവരുവാനാണ് പ്രവാചകന്മാരെ ദൈവം ചെയ്തത്, എഴുന്നേൽപ്പിക്കുവാനുള്ള ആയിത്തീർന്നത്. ഇടയ്ക്കൊക്കെ നമ്മുടെ അടുക്കലും ദൈവം ജനതയൊക്കെ അയക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത്ര നേരം ചില ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. പ്രവാചകന്മാരുടെ പേരുകളും അവരുടെ ശുശ്രൂഷകളും. പ്രവാചകന്മാരുടെ പേരുകളും അവരുടെ
ശുശ്രൂഷ. പഴയ നിയമ കാലയളവിൽ ആത്മീയ നേതൃത്വത്തിൽ പുരോഹിതന്മാരും പ്രവാചകന്മാരും വളരെ പങ്കുവഹിച്ചിരുന്നു. ആത്മീയ വിഷയങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ച രണ്ട് വിഭാഗങ്ങളായിരുന്നു പുരോഹിതന്മാരും പ്രവാചകന്മാരും. മൂന്നാല് പുരോഹിതന്മാരുടെ പേര് ഒന്ന് പറയാം. ഇപ്പോഴത്തെ പുരോഹിതന്മാരുടെ പേര് പറയല്ലേ? ഏലി സഹോദരനാണോ സഹോദരിയാണോ? ഏലി സഹോദരിയാണോ സഹോദരനാണോ? ഒരാള് പ്രസംഗിച്ചു, ഏലി എന്നൊരു സഹോദരിയെ ദൈവം പുരോഹിതയായിട്ട് തെരഞ്ഞെടുത്തു, അതുകൊണ്ട് നമുക്കും ആകാം. ഏലി പുരുഷനാണ്, സ്ത്രീ അല്ലെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അബദ്ധത്തിലുള്ളവരങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഏലി പുരോഹിതൻ, സക്കറിയ പുരോഹിതൻ, ഇനി ഒരു മൂന്നാല് പ്രവാചകന്മാരുടെ പേരുടെ പറ. നമുക്ക് അതിനപ്പുറത്തോട്ട് യെശയ്യാവ്, യെരമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ, ഹോശ തുടങ്ങാമോട്ടെ. ഇന്നും ഏലിയാവ് ഏലീശയൊക്കെ നല്ല കാര്യമോ പറഞ്ഞു, പക്ഷെ അതിനപ്പുറത്തോടൊരു കാഴ്ചപ്പാടും വേണം. മനസ്സിലായോ? ഏലിയാവിന്റെ ഏലീശയിലൊക്കെ പറഞ്ഞൊരു വിരോധമൊന്നുമില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവിടെയൊക്കെ ശുശ്രൂഷകളൊക്കെ. പക്ഷേ സ്വതന്ത്രം അതിനപ്പുറത്തും പ്രവാചകന്മാരുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതുകൂടെ ഞാനിപ്പം പറഞ്ഞു. അബ്രഹാമും ഏലിയാവും ഏലീശയും ഒന്നും വേദപുസ്തകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ പല ദൈവാസന്മാരും വീട്ടിലിരുന്നവൻ. എനിക്കറിയില്ല മറ്റുള്ള ശുശ്രൂഷകന്മാരെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവർക്ക് അറിയില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും അതതിന്റെ പ്രാധാന്യമുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്തു. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന ആദ്യത്തെ പ്രവാചകനാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന ആദ്യത്തെ പ്രവാചകൻ ദൈവത്തെ വീട്. ഞാൻ മനുഷ്യന്റെ കാര്യം ചോദിച്ചു. ആരാ പറഞ്ഞേ? അത് പുതിയ നിയമം വായിക്കും, പ്രത്യേകിച്ച് യൂദായുടെ ലേഖനം വായിക്കുന്നവർക്ക് ആ വെളിപ്പാട് കിട്ടും. ഒന്ന് വായിച്ചു യൂദയുടെ ലേഖനം. എത്ര അധ്യായമുണ്ട്? 14 വായിച്ചു. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. നോർത്ത് നോക്കിക്കേ, ക്രിസ്തു ജനിക്കുന്നതിന് 3000-ൽ പരം വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നുള്ള വെളിപ്പാട് ഹാനോക്കിന് കിട്ടി. അതെന്താ പ്രവചനം? നോർത്ത് നോക്കിക്കേ, 1000 വിശുദ്ധന്മാരോടുകൂടെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമെന്ന് എന്ന് പറഞ്ഞാൽ സഭയുടെ ഉത്പ്രാപണത്തിന് ശേഷം 7 വർഷത്തെ മഹോദര കാലയളവും കഴിഞ്ഞ് സഭയുമായ യേശു ഒരു മലയിലേക്ക് ഇറങ്ങി വരുമെന്നുള്ള ആ വലിയ ദീർഘവീക്ഷണം ഹാനോക്ക് പ്രവാചകൻ കൊടുത്തു. നമ്മുടെ
നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാടൊക്കെ നമ്മൾ പ്രാപിച്ചോണം കേട്ടോ. നമ്മുടെ സഭയുടെ ഭാവിയെ കുറിച്ചൊക്കെയുള്ള വലിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. മെറ്റീരിയൽ തിങ്സ് ഒക്കെ കളഞ്ഞിട്ട് സ്തോത്രം, ദൈവം നമുക്ക് ഒരുക്കുന്ന വീടിനെ കുറിച്ച് ഒരു വലിയ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചോണം. ആമേൻ. അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു, മോശ ഒരു പ്രവാചകനായിരുന്നു, ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. ശമൂവേലിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വസ്ത പ്രവാചകനായിരുന്നു ശമൂവേൽ. അനേക പ്രവാചകന്മാർ മനസാക്ഷി യുഗം മുതൽ കൃപായുഗം വരെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ഒരു താമസമായി ശുശ്രൂഷ ചെയ്യും. പ്രവാചകന്മാർക്ക് വിവിധ പേരുകൾ തിരുവഴുത്തിൽ കാണാൻ കഴിയും. ഒന്ന്, രാജകുമാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കേ. യെരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പന. ഒരു ദൈവപുരുഷൻ. 2 രാജകുമാരുടെ പുസ്തകം 1-10. 2 രാജകുമാർ 1-10. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ, ഞാൻ ദൈവപുരുഷൻ എങ്കിൽ. ആകാശത്തിൽ ദൈവത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരുഷൻ എന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവർക്ക് പേരുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മനുഷ്യൻ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായിരിക്കും. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. 25-ാം സങ്കീർത്തനം വായിക്കുന്ന യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അല്ലെ, അവൻ തന്റെ നിയമം അവരെ. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ. പ്രവാചകന്മാരെന്ന് പറയുന്നത് ദൈവത്തോട് ഏറ്റവും അടുത്ത് ഇരിക്കുന്നവരാണ്. നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരിപ്പാൻ മനസ്സ് വെച്ചാൽ ദൈവത്തിന്റെ ആലോചന നമുക്ക് കിട്ടും. കുറഞ്ഞ വർഷം ഈ പ്രവചന ഗ്രന്ഥങ്ങളെങ്കിലും പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് വരാൻ എന്ത് ചെയ്യണം? ദൈവത്തോടെ അടുത്ത്. നമ്മൾ അകന്ന് നിൽക്കുമ്പോ ദൈവം പറഞ്ഞാലൊന്നും കേൾക്കുകയില്ല, അത്രത്തോളം നമ്മൾ വരത്തില്ല നമ്മുടെ ചെവിയിലോട്ട്. മനസ്സിലായി? കാരണം നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ ആലോചന കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. രണ്ടാമത്, ദൈവത്തിന്റെ ദാസൻ എന്ന പേരിൽ ദൈവീക അരുളപ്പാട് അറിയിക്കുന്നവരെ വിളിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 31-ാം വാക്യം. ഇസ്രായേലിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. അവന്റെ ദാസനായ ദൈവത്തിന്റെ ദാസനായ മോശ. യെരമ്യാ പ്രവചനം 7:25. നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടപെടാതെയും പ്രവാചകന്മാരായ എന്റെ സകല ദാസന്മാരെയും ദാസന്മാരെ. ദാസൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ദാസൻ ഇംഗ്ലീഷ് അറിയാനില്ലായിരിക്കും. സെർവന്റ് കേട്ടോ. സെർവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നല്ലൊരു മലയാളം. അതാരാ പറഞ്ഞു? ദൈവത്തിന്റെ വേല ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ വേലക്കാരൻ. ദൈവത്തിന്റെ ദാസൻ എന്നുള്ള പേരൊന്നും ഇന്ന് പലർക്കും വേണ്ടാന്നേ.
ഈ റവറൻഡ് എന്നുള്ളതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മളിത് ഒരർത്ഥം മാത്രം പിടിച്ചാൽ നമ്മൾ വാശി പിടിക്കും. അതിന്റെ എല്ലാ ഇംഗ്ലീഷ് അർത്ഥങ്ങളും പഠിക്കണം. റവറൻഡ് എന്നുള്ളൊരു അർത്ഥമല്ല പഠിച്ച അതൊന്നും അറിഞ്ഞിരിക്കണമല്ലോ. റവറൻഡ് എന്ന് പറഞ്ഞാൽ ഞാനിട്ടതല്ല, കൂടുതൽ നിങ്ങൾ തന്നെ ഇത് കൊണ്ടുവന്ന വിഷയമാണ്. റവറൻഡ് എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്, നമുക്ക് ഒറ്റ അർത്ഥം അറിയത്തുള്ളൂ. റവറൻഡ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെട്ടവൻ, ആദരണീയൻ. ഈ ഭയങ്കരന്മാരുണ്ടോ ഇതൊന്നും ഞാൻ പറയത്തില്ല. അതിനോട് വിഷയമല്ല. പക്ഷേ എന്തോ പേര് വന്നാലും കർത്താവിന്റെ വേല ചെയ്യുന്നവൻ കർത്താവിന്റെ ദാസന്മാരാണ്. മോശയ്ക്ക് ഒരു വലിയ ദൗത്യം ഉണ്ടായിരുന്നു. ദൈവവേലക്കാർക്ക് എപ്പോഴും ഒരു ദൗത്യം ഉണ്ട്, അറിയാമോ? മോശയുടെ ദൗത്യം ഇസ്രായേലിനെ ദൈവജനത്തെ എന്ത് ചെയ്യുക? വിടുവിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യന്റെ ദാസനായിരിക്കാൻ അല്ല ദൈവം നമ്മൾ വിളിച്ചത്, കർത്താവിന്റെ വേല ചെയ്യാനാണ്. മറന്നുപോയി. എത്ര കൂടിയ ദശാംശം എന്ന വ്യക്തിയാണെങ്കിലും ഈ ഭൂലോകം മുഴുവൻ ഉരുട്ടി ഇങ്ങോട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നാലും ദൈവത്തെ മറന്ന് ഒരു പരിപാടി ചെയ്തു. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാനും ഒരുപോലെ കാണാനും ഒരുപോലെ മാനിക്കാനും ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. നോക്കിക്കേ, ദൈവത്തിന്റെ ദാസന് ഒരു മിഷനുണ്ട്, ഒരു ചുമതലയുണ്ട്, ഒരു ദൗത്യമുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം പഠിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ദൗത്യം എന്താ? സഹോദരന്മാരെ, നിങ്ങളുടെ ഡ്യൂട്ടി എന്നാ? ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ ഒരു ദൗത്യം ഉണ്ടായിരിക്കണം. മോശയുടെ ദൗത്യം അന്യാരാധനയുടെ ദേശത്തു നിന്നും ജനത്തെ അടർത്തി മാറ്റുക എന്നുള്ളതായിരുന്നു. നമുക്കൊരു ദൗത്യമുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്. എത്ര പേരോട് ഈ സൽഗുണം ഘോഷിക്കുന്നുണ്ട്? എത്ര പേരെ മരണകരമായിരിക്കുന്ന നിത്യാഗ്നി വിടുവിപ്പാൻ മനസ്സ് വച്ചിട്ടുണ്ട്? ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ വേലയാണ്. എന്താന്ന് ഇന്നൂടെ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് മനസ്സിലായില്ല. നല്ല തണുപ്പുള്ളപ്പം കമ്പിളിയൊക്കെ വലിച്ച് തലയിലോട്ട് ഇടും. 8 മണിക്കൂർ ഉറങ്ങാനുള്ള പരിപാടിയില്ല ആ കമ്പിളി വലിച്ചിട്ടേക്കുന്നത്. അന്നേരമാണ് പെട്ടെന്ന് ദൈവം പറയുന്നത്, നീ പെട്ടെന്ന് എഴുന്നേറ്റ്. എന്നാൽ സമയം ചിലപ്പോൾ 2 മണിയായി കാണും. ഇന്നിടത്ത് പോണം, അവിടെ ഒരാൾ ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്നു. ഉറക്കം നടക്കുമോ പറ? ഇനി ഉറങ്ങിയാൽ സംഭവിക്കുന്ന കാര്യമില്ല. ഇങ്ങനെ പലരും ഉറങ്ങി, പലരും നിത്യനരകത്തിൽ പോയിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസന്മാർ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറായിരിക്കും. ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും ഇരിപ്പിലും ജീസസ്. ഞാൻ ബുറേമിയിൽ 3 വർഷം കർത്താവിന്റെ വേല ചെയ്തു. നമ്മുടെ ആലയം അടുത്തുണ്ട്. സുഖമില്ലാതെ ഒരു ദിവസം ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ യാത്ര ചെയ്യാൻ ഒട്ടും പറ്റാത്തൊരു സാഹചര്യമാണ്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, പ്രദീപ് എന്ന് പറയുന്ന സഹോദരനെ കാണാൻ പോകണം. ദൈവം ഈ വയ്യാത്ത എന്നോട് സംസാരിക്കും. എത്രയോ സുഖമുള്ള എത്രയോ പേര് ആ ദേശത്തുണ്ട്. പക്ഷെ ദൈവം എന്നോട് പറയാം, നീ പോണം. പെട്ടെന്ന് ഞാൻ സെല്ലിനോട് പറഞ്ഞു, സെല്ലിനെ ഞാൻ ഇന്നിടം വരെ ഒന്ന് പോവാം, തന്നെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അന്നേരം ഡെന്നീസ് എന്ന് പറഞ്ഞ സഹോദരൻ അവിടെ പെട്ടെന്ന് എന്നെ ഒന്ന് കാണാൻ പോകുന്നു. ഞാൻ പറഞ്ഞ സഹോദരൻ, നമുക്ക് ഈ പ്രദീപ് എന്ന് പറഞ്ഞൊരു സഹോദരൻ ഒന്ന് കാണാൻ പോകുന്നു. അദ്ദേഹം ഒരു വർക്ക്ഷോപ്പിലെ കാറൊക്കെ വാഷ് ചെയ്യുന്നൊരു സഹോദരൻ, മാഹിക്കാരനാണ്.
ഞാൻ അവിടെ ചെന്നു, ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് മറ്റു പ്രയാസമൊന്നും എനിക്ക് വരല്ല, കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഞാനവിടെ ചെന്നു. ആ സഹോദരനെ അവിടെ നോക്കിയിട്ട് ആ റൂമിലില്ല അദ്ദേഹം. അടുത്ത കടയിലൊക്കെ ചോദിച്ചു പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു, എന്ത് ചെയ്ത് അറിയരുന്നു. കൂടെ വന്ന സഹോദരന് ആ ദേശമൊക്കെ ഇച്ചിരി പരിചയമുണ്ട്. അതേ അവിടെ എല്ലാം പോയി അന്വേഷിച്ച് പിടിച്ചു ഇദ്ദേഹത്തെ തപ്പിക്കൊണ്ട് വന്നു. ഇദ്ദേഹം പോയത് എന്തിനാണെന്നറിയാം, ഈ വണ്ടി കഴുകാൻ എന്തോ ഒരുതരം പൗഡറുണ്ട്, കെമിക്കൽ, അത് കഴിച്ച് മരിക്കാൻ പോയത്. ആ സമയത്താണ് ദൈവം എന്നെ അയക്കുന്നത്. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി. എനിക്കിവിടെ ദൈവത്തോട് പറയും, കർത്താവ് എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, ഞാൻ നാളെ പോയേക്കാമെന്ന് പറഞ്ഞാൽ അവന്റെ രക്തത്തിന്റെ ആ പ്രതിയുടെ രക്തത്തിന്റെ വില ഞാൻ ദൈവസ്ഥനിൽ പറയേണ്ടതാണ്. ഒരു കാര്യം, നമ്മുടെ സുഖ സൗകര്യങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമാകരുത്. സ്തോത്രം പറയാമോ? സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന സകല നന്മകളും കർത്താവിന്റെ വേലയ്ക്ക് സപ്പോർട്ടായിരിക്കട്ടെ. ദൈവം നമുക്ക് തരുന്ന എന്തും കർത്തവേലയ്ക്ക് എന്തായിരിക്കണം? സപ്പോർട്ടായിരിക്കണം. നാം ദൈവത്തിന്റെ ദാസന്മാരായിരിക്കും. ഞാൻ ഷോർട്ട് ബ്രേക്ക്. അവരുടെ ശുശ്രൂഷകളും വ്യത്യസ്തമായിരിക്കും. അവരുടെ പേരുകളും ശുശ്രൂഷകളുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ദൈവത്തിന്റെ മനുഷ്യൻ. ദൈവത്തിന്റെ മനുഷ്യൻ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവത്തിന്റെ സ്നേഹിതനാകുകയും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായി മാറുകയും ചെയ്യും. അതിൽ അടുത്തിരിക്കുമ്പോൾ ദൈവ ആലോചനകൾ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. രണ്ടാമത് ദൈവത്തിന്റെ ദാസൻ. ദൈവത്തിന്റെ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ദാസന്മാരാണ് പ്രവാചകന്മാർ. മോശയുടെ ദൗത്യം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ ജനത്തെ നയിപ്പാനും ദൈവം മോശയെ ചുമതലപ്പെടുത്തി. ദൈവത്തിന്റെ ദാസന്മാർക്ക് ചില പ്രത്യേക ദൗത്യങ്ങൾ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്, പ്രവാചകന്മാർ മെസ്സഞ്ചേഴ്സാണ്, ദൂതുവാഹികളാണ്. പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് ദൂത് വാങ്ങി ധൈര്യത്തോടെ ജനത്തോട് സംസാരിക്കുന്നവരാണ്. യിരെമ്യാവ് 2:2 വായിക്കാമോ? യിരെമ്യാവ് 2:2. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു തരുന്ന. മതി. യിരെമ്യാവ് പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ ചെന്ന എന്റെ അള്ളപ്പാട് അറിയിക്കണം. ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് തന്നതെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയാം. കാരണം ആ ദൂത് തന്നത് ഭൂമിയിലെ ഒരു മനുഷ്യനല്ല, ഒരു ഡിനോമിനേഷൻ അല്ല. ആ ദൂത് തന്നത് സകലത്തിന്റെ ഉടയവനായ ദൈവമാണ്. ദൈവം തന്നു എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പേടിക്കാതെ മുഖം നോക്കാതെ പറയാം. അത് രാജാവിനോട് പറയാം, പ്രസിഡന്റിനോട് പറയാം, സെക്രട്ടറിയോട് പറയാം, സാധാരണക്കാരോട് പറയാം. ഇന്ന് ദൈവം ചില ദൂതുകൾ ചിലർക്ക് നൽകിയാൽ മനുഷ്യനെ ഭയന്നത് മറച്ചു വെക്കുന്ന പതിവുണ്ട്. ഒരിക്കലും പാടില്ല. ദൈവത്തെക്കാളും ദൈവവചനത്തെക്കാളും വലുതല്ല ലോകത്തിലെ ഒരു സ്ഥാനം. അതുകൊണ്ട് ദൈവം തന്ന ആലോചന വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. നാലാമത്തേത്, ദർശകൻ. ദർശകൻ ആത്മീയ അകക്കാഴ്ച ഉള്ളവരാണ് പ്രവാചകന്മാർ. ഉൾക്കാഴ്ച.
സാധാരണ ജനത്തിനെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങി ജനത്തോട് മുൻകൂട്ടി അറിയിക്കുന്നവരാണ് പ്രവാചകന്മാർ. നമുക്കറിയാമല്ലോ 22-ാം സങ്കീർത്തനം ഒരു മശിയ സങ്കീർത്തനം. ക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം എഴുതിയതാരാ? ദാവീദ്. നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച്, ക്രൂശീകരണത്തെ കുറിച്ച്, യേശു ഭൂമിയിൽ വരുന്നതിന് ക്രൂശീകരണത്തിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് ആത്മാവിൽ അഭിഷേകം കാണുവാനിടയായി. അന്നേരം പ്രവാചകന്മാർക്ക് ഉൾക്കാഴ്ചയും വേണം, ദൂരക്കാഴ്ചയും വേണം. മുൻകൂട്ടി കാര്യങ്ങളെ പറയാനുള്ള ദൈവീക കഴിവ് പ്രവാചകന്മാർ വാങ്ങിക്കണം. അതെവിടുന്നാ? ഇവിടെ ചിലരൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ മുണ്ടക്കയത്തു നിന്ന് 3000 രൂപ കൊടുക്കാൻ പോയി 6 മാസത്തെ ശുശ്രൂഷ, തിരുവനന്തപുരത്ത് 4000 കൊടുക്കുവാണെങ്കിൽ 3 മാസത്തെ ശുശ്രൂഷ. അതല്ല, ആ ശുശ്രൂഷ വേറെ ആയിരുന്നു. ആരംഭവും അവസാനവും കാണുന്ന ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാർ ആലോചന സ്വീകരിക്കണം. ഒന്നിരണ്ട് വാക്യങ്ങൾ വായിച്ചേ. 22-ാം സങ്കീർത്തനം 16, 17, 18 വാക്യങ്ങൾ. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അവർ യേശു തമ്പുരാന്റെ കൈകാലുകളെ ക്രൂശിൽ തറയ്ക്കുന്നത് ആത്മാവിൽ ദാവീദ് കാണുകയാണ്. അടുത്തത്, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. നോക്കണേ, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. എത്ര കറക്റ്റ് ആണെന്നറിയാം. ദൈവം ഒരു ദൂത് തന്നാൽ അത് വളരെ കറക്റ്റ് ആണ്. മനസ്സിലായോ? ദൈവം ഒരു ആലോചന തന്നാൽ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഒരു സംശയം വന്നാൽ ഇന്ന പ്രവാചകം വന്നൊരു ദൂത് പറഞ്ഞിട്ട് അത് ശരിയായില്ലല്ലോ, അതേ ദൈവത്തിന്റെ ദാസനല്ലേ ആണല്ലോ, ഇന്ന മറ്റു പഴത്തൊക്കെ പറഞ്ഞ കാര്യം നടന്നു, ശരിയായി, ഞാൻ എന്നോട് പറഞ്ഞത് മാത്രം ശരിയായില്ല, അങ്ങനെ ചിന്ത വന്നൊരു ചെറുതില്ല. അത് അല്ലേ? ഉണ്ടെന്നേ പറയുന്നേ, കൈയൊന്നും കുടിക്കുന്നില്ല. അതിന്റെ കാര്യം ഞാനൊരു ഒരു ഉദാഹരണം പറയാം. നടന്നൊരു കാര്യം. ചിങ്ങവനത്ത് ഒരു അയ്പ്പച്ചാനുണ്ടായിരുന്നു. അത് നല്ലൊരു പ്രവാചകനാണ്. കർത്താവിനെ ശ്രമിക്കുന്നത്. ഒരു പാവം പിടിച്ചൊരു ദൈവാസർ കർത്താവിന് വേണ്ടി നന്നായി നിന്ന മനുഷ്യൻ ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ വെച്ച് ഒരു സഹോദരൻ തലയിൽ കൈവച്ചിട്ട് ദൂത് പറഞ്ഞു, മകനെ ഞാൻ നിന്നെ ബോംബെയിലേക്ക് അയക്കുന്നു. സ്വതന്ത്രം. ബോംബെയിലോട്ട് അയക്കുന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമില്ല അല്ലേ? മറ്റു രാജ്യമൊക്കെ ആണെങ്കിൽ ആ ദൈവത്തിന്റെ ദൂതാണ് ചിന്തിക്കും. ഇത് പറഞ്ഞല്ല ബോംബെയിലൊക്കെ. പക്ഷെ ഈ ദൂത് കേട്ട പുള്ളി ഒന്നും അനങ്ങിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ പുള്ളി നേരെ സിംഗപ്പൂരിലോട്ട് പോയി. അവിടെ പുള്ളി ജോലി കിട്ടി. എവിടോട്ടാ പോയെ? ദൂത് അങ്ങോട്ടായിരുന്നു, ബോംബെ. ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഈ ഐപ്പച്ചാന്റെ വിക്കറ്റ് അദ്ദേഹം പറഞ്ഞത്, എന്റെ കുഞ്ഞെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ നല്ല തിരക്കുള്ളൊരു പട്ടണം, വണ്ടി അങ്ങനെ പോകുന്നു, വണ്ടി ഇങ്ങനെ പോകുന്നു, അങ്ങനെ കണ്ടു. ഞാന് പോയിട്ടുള്ളൊരു സ്ഥലം ബോംബെ. ഞാൻ ആ പോയിട്ടുള്ള ഏതാ? ബോംബെ. ഞാൻ ചിന്തിച്ചത് ബോംബെയിലോട്ട് ആ സഹോദരൻ പോകും. ദൈവം കൊടുത്ത കാഴ്ചപ്പാട് സ്വന്തം വ്യാഖ്യാനത്തിലേക്ക് മാറി. ദൈവത്തിന് തെറ്റി പറ്റിയതല്ല, പുള്ളിക്ക് വ്യാഖ്യാനത്തിൽ വന്ന പ്രശ്ന. അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നു, സഹോദര
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാട് തിരക്കുള്ള ഒരു പട്ടണത്തിലേക്ക് ഇന്ന സാഹചര്യം എടുത്തോണ്ട് നീ വായിക്കുന്നതിനും കാണും. ബോംബെയും പറയണ്ട, കൽക്കട്ടയും പറയണ്ട, നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞു ഉള്ളത് പറഞ്ഞാൽ മതി. മനസ്സിലായി? അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ദൂതുകൾ വ്യാഖ്യാനിക്കുന്നതിനകത്ത് കുഴപ്പം വന്നാൽ വലിയ പ്രശ്നമാണ്. അതിനകത്തൊന്നും ചേർത്ത് കണ്ടത് അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. ബോംബെന്ന് പേരുണ്ടെങ്കിൽ ബോംബെന്ന് പറയണം. മനസ്സിലായി? പേര് തരാതെ ഒരു കാര്യം ദൈവം കാണിക്കുകയാണ്. കണ്ടത് എന്താ, നമ്മുടെ മുമ്പിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ നമ്മൾ ഒരിടത്തിൽ ലജ്ജിച്ചു പോകത്തില്ല. മനസ്സിലായോ? ഇനി അഞ്ചാമതായി പ്രവാചകന്മാരുടെ അടുത്ത പേര് കാവൽക്കാരൻ. എന്താണ്? കാവൽക്കാരൻ. യെശയ്യാ 21:11-12 വായിച്ചു. എഹെസ്കേൽ 3:17. കാവൽക്കാരാ രാത്രി എന്തായി? കാവൽക്കാരാ രാത്രി എന്തായി? കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ഒരു പട്ടണത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ കാവൽക്കാരന്റെ പ്രധാന ദൗത്യം ദേശത്തെ കാവൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ദേശത്തിന്റെ വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് തരിക എന്നുള്ളതാണ്. മനസ്സിലായോ? ദേശത്തിന്റെ സമാധാനം മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ തന്നെ ജനത്തിന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാനും കാവൽക്കാരൻ എന്ത് ചെയ്യണം? ആമേൻ. നമ്മളൊരു സഭയൊക്കെ പരിപാലിച്ചുകൊണ്ട് പോകുന്ന നല്ല കാര്യം തന്നെയാണ്. അവിടെ നന്മകളൊക്കെ സ്വീകരിക്കുന്നു, സ്നേഹം ഒക്കെ നല്ല കാര്യം. പക്ഷേ അവർ വ്യവസ്ഥ തെറ്റിപ്പോയാൽ നിത്യ നരകത്തിൽ പോകുമെന്നുള്ള ദൂതൂടെ എന്ത് ചെയ്യണം? അവരെ അറിയിച്ചിരിക്കണം. താൽക്കാലിക പ്രൊട്ടക്ഷൻ മാത്രം നോക്കിയാൽ പോരാ, വരുന്ന ന്യായവിധിയെ കുറിച്ചുള്ള ദൂത് പറയാൻ തയ്യാറായിരിക്കണം. ഇസ്രായേൽ ജനം മടങ്ങി വന്നില്ലെങ്കിൽ അവർ പ്രവാസത്തിലേക്ക് പോകുമെന്ന് 11 പ്രവാചകന്മാർ ശക്തിയുക്തം പ്രസംഗിച്ചു. മനസ്സിലായോ? കാരണം ദൂത് മറച്ചു വെച്ചില്ല, അവരെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ടായിരുന്നു. നമ്മുടെ അബുദാബിയിലെ കാവൽക്കാർ എത്ര പേരുടെ ഇവിടെ? യുഎഇയുടെ കാവൽക്കാർ എത്ര പേരുടെ ഉണ്ട്? ഇന്ത്യയുടെ കാവൽക്കാർ എത്ര പേരുണ്ട്? ദൈവം നമ്മെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ഇവിടുത്തെ നന്മ ലഭിക്കുക മാത്രമല്ല, ഈ നന്മ തരാൻ ഇവിടെ ദൈവം കൊണ്ടുവന്ന് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഓർക്കണം. ഞാൻ ചെയ്യേണ്ട ദൗത്യം എനിക്ക് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഞാൻ പറയട്ടെ, വേറെ ആർക്കും നിങ്ങളുടെ ജോലി ചെയ്യാനൊക്കത്തില്ല. അതിനാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഒടുവിലായി ദൈവത്തിന്റെ അള്ളപ്പാട് അറിയിക്കുന്ന ശുശ്രൂഷന്മാരുടെ പേര് പ്രവാചകൻ. 6ാമത് പ്രവാചകൻ. യെരമ്യാ 20:9 വായിച്ചേ. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലോ? അതെന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് അതെന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. അടുത്തത്, ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വഹിയാതെയായി, സർവത്ര ഭീതി, ഞാൻ പലരുടെ. ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്, ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു ദൂതുണ്ട്, ദൈവം നമ്മെ ഫലമേൽപ്പിച്ചൊരു അരുളപ്പാടുണ്ട്. അതിനും പറയത്തില്ല, ഞാനത് ഓർക്കത്തില്ലെന്ന് പറഞ്ഞ് അത് മൂടി വെക്കാൻ ശ്രമിച്ചാൽ മരണം വരെ സ്വസ്ഥതയില്ല. ഒരിക്കലും ഒക്കത്തില്ല. പ്രവാചകൻ എന്ന വാക്കിന്റെ മൂലപദം നബി എന്നാണ്. നബി അതിന്റെ അർത്ഥം തിളക്കുക എന്നാണ്.
തിളയ്ക്കുക. അരി വെള്ളത്തിൽ കിടന്ന് തിളക്കത്തില്ല. പ്രവാചക ഹൃദയം ദൈവത്തിന്റെ അരുളപ്പാടിനാൽ തിളച്ചുകൊണ്ടിരിക്കും. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ദൈവത്തിന്റെ വചനത്താൽ ഒരു ഭക്തന്റെ ഹൃദയം ചെയ്യണം, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തോട് അറിയിക്കുന്നത് വരെ പ്രവാചകന്റെ ഹൃദയം കാത്തിക്കൊണ്ടിരിക്കും. ആമേൻ. 30 വർഷം ആയി സഭാ ശുശ്രൂഷ എടുത്തിട്ട് ഒരു ദൂത് സഭയെ പറയാൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നവരെ സമാധാനമില്ല. ജീസസ്, താങ്ക് യു ലോർഡ്. ഒരിക്കലും ഒരു സഹോദരനെ കുറിച്ച് ദൈവം എനിക്കൊരു കാഴ്ചപ്പാട് തന്നു. എല്ലാ ഞായറാഴ്ചയും നാട്ടിലിട്ട് കേട്ടോ, കൃത്യമായി മുടങ്ങാതെ എല്ലാ ആഴ്ചതോറും, സാധാരണ എല്ലാവരും മാസത്തോറും ടൈം തരും, മാസം ആഴ്ചതോറും കൊണ്ട് തരും. ആ സഹോദരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, ഇനി മേലാൽ ബ്രദറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 10 പൈസ വാങ്ങിയിരുന്നു. അതെന്നെ ഫാസ്റ്റർ, ലോകത്തിൽ ആരും എന്നോട് ഇതുവരെ അങ്ങനെ പറയും, പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ബ്രദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. അതെന്ത് പറ്റി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല. ബ്രദർ രഹസ്യമായി മദ്യപിക്കുന്നതായിട്ട് എനിക്കൊരു കാഴ്ചപ്പാട് കിട്ടി. പുള്ളിയോട് പറയ്ക്കാൻ തുടങ്ങി. സഭായം കഴിഞ്ഞ് ആ ദൈവശക്തി ഒന്നും മാറിയില്ല. അവിടെ വെച്ച് പുള്ളി പറയ്ക്കാൻ തുടങ്ങി. പുള്ളിയുടെ ഒരു ന്യായം അവിടെ ചെലവാകത്തില്ല. കാരണം ദൈവം പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ്. എന്റെ പാസ്റ്റർ, ഞാൻ കൊണ്ടുവച്ച കള്ളുമുപ്പയുടെ പുറത്ത് കിടന്നുറങ്ങിയ പാസ്റ്റർമാരുണ്ട്, എന്നോട് പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് പറഞ്ഞു, അവർ വെളിപ്പാടിച്ചിട്ടില്ല. പാസ്റ്റർ കിടക്കുമ്പോൾ താഴെ കട്ടിലെങ്കില് മറ്റേ സാധനം ഇരിക്കുന്നു. പാസ്റ്റർ ഇത് പറഞ്ഞു. പുള്ളി അന്ന് മാനസാന്തരപ്പെട്ടു. അന്ന് മാനസാന്തരപ്പെട്ടു. പുള്ളിയുടെ ദശാംശം പോലും പറഞ്ഞാൽ അത് മൂടി വെച്ചാറുണ്ടല്ലോ, അതേവോ നരകത്തിൽ പോവും. എനിക്ക് അധികം ശിക്ഷാവിധി ഇല്ല. എന്റെ സകല വഴിയാടെയും എനിക്കറിയാം. ജീസസ്, ദൈവം നമുക്കൊരു ദൂത് തന്നാൽ, നീ ഒരു പ്രവാചകനാണെങ്കിൽ, ഒരു പ്രവാചകയാണെങ്കിൽ മൂടി വെക്കരുത്. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയണം. രഹസ്യമായി പറയേണ്ടത് പരസ്യമായി പറഞ്ഞ അബദ്ധമൊന്നും ഉണ്ടാക്കിയില്ല. വളരെ മൂർച്ചയുള്ള പിച്ചാങ്കത്തി ഉപയോഗിക്കുന്നവർ മാത്രമേ കൃപാവരം ഉപയോഗിക്കാവൂ. മനസ്സിലായോ? കൃപാവരം എങ്ങനെ ഉപയോഗിക്കും ചോദിച്ചാൽ, വളരെ മൂർച്ചയുള്ള പിച്ചാങ്കത്തിയോ ബ്ലേഡോ ഒക്കെ കൈകാര്യം ചെയ്യുന്നവരോട് ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്തെന്നറിയാം, കാണുന്നതിനെ മൊത്തം മുറിക്കും, പിന്നെ സ്വയം മുറിക്കും, ആകെ പ്രശ്നമാണ്. ഒരു വെളിപ്പാട് പറഞ്ഞതിന്റെ പേര് സഭയൊക്കെ പല കഷ്ടമായി പോയിട്ടില്ലേ? കൃപാവരം വാങ്ങിച്ചാൽ പോരാ, അത് ഉപയോഗിക്കാനോട് ആലോചന വാങ്ങിക്കണം, അല്ലെ? വണ്ടി വാങ്ങിച്ചാൽ പോരാ, ഓടിക്കാനോട് പഠിക്കണമെന്ന്. ആമേൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് എത്ര പേർക്ക് ഹൃദയത്തിൽ ഭാരമുണ്ട്? ദൈവത്തിന്റെ ദൂതുകളാൽ എത്ര പേരുടെ ഹൃദയം തിളയ്ക്കുന്നുണ്ട്? ഗിൽഗാൽ ബൈബിൾ സെമിനാരിയിൽ ഒരു ബീച്ച് എടുത്ത് മടങ്ങിപ്പോവുക എന്നുള്ളതല്ല ദൗത്യം. ദൈവത്തിന്റെ ദൂതുകളാൽ നമ്മുടെ ഹൃദയം തിളയ്ക്കണം. ഒരു ദൂത് കിട്ടിയില്ലെങ്കിൽ നീ പ്രവാചകനല്ല. ദൈവം നിന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ നീ പ്രവാചകനല്ല. ദൈവം നിന്നോട് സംസാരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം സംസാരിക്കും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം, നമ്മൾ പ്രാർത്ഥന ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ട് ആമേൻ പറഞ്ഞ് എഴുന്നേറ്റ് പോകാതെ ഒരല്പസമയം നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. ദൈവം നിന്നോട് സംസാരിപ്പാൻ സാധ്യമായിട്ടിരിക്കുന്നു. നമ്മുടെ സ്വഭാവം ദൈവം, നമ്മൾ പറയുന്നത് മുഴുവൻ ദൈവം കേട്ടോണം, ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയം. സ്വത്രം 1 മണിക്കൂറോ വേണമെങ്കിൽ മുഴുവൻ ശക്തമായ ക്ലാസ് ഒപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാം പറഞ്ഞിട്ട് സകല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് പോവാം. ദൈവം മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് സമയമില്ല, ഇരിക്കത്തേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ വ്യത്യാസം വരുത്തണം.
സ്വതന്ത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചില മിനിറ്റുകൾ ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ കാതുകളെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം സംസാരിക്കും. നാം ദൈവത്തോട് സംസാരിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ സമയത്തെ വിട്ടുകൊടുക്കണം കേട്ടോ. ഇനി പ്രവാചകന്മാരുടെ ദൂതിൽ മുഖ്യമായി നാം കാണുന്നത് 4 പ്രധാന കാര്യങ്ങളാണ്. പ്രവാചകന്മാരുടെ ദൂതിൽ നാം മുഖ്യമായി കാണുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം ലോകത്തിന്റെ ഭരണാധിപനും ശക്തിയേറിയ സാമ്രാജ്യങ്ങൾ ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളുമാണ്. ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരൊക്കെ പ്രവചിച്ച പ്രവചനങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് ദൈവം ആരാണ്? He is the ruler of all universe. അവൻ ഈ പ്രപഞ്ചത്തിന്റെ ആരാ? ഭരണാധികാരിയാണ്. അപ്പോൾ തന്നെ ലോകത്തിലുള്ള അമേരിക്ക ആകട്ടെ, അന്റാർട്ടിക്ക ആകട്ടെ, ആഫ്രിക്ക ആകട്ടെ, ഇന്ത്യ ആകട്ടെ, ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളാണ്. ദൈവത്തിന് ഏത് നിലയിൽ വേണം ഉപയോഗിക്കുന്നത്? സ്വപ്നത്തിൽ നിങ്ങൾ ചിന്തിച്ചതാണോ? ഞാൻ ചിന്തിച്ചതാണോ? അമേരിക്ക ഇറാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിജയിക്കാൻ കൊടുക്കും? ചിന്തിക്കാനോ? ഞാൻ വെളിപ്പാട് ദിവസം പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോകാൻ ഒക്കത്തില്ലല്ലോ, നിത്യവൈരാഗികളായിട്ട് ഒക്കത്തില്ലല്ലോ. സംഗതിയൊക്കെ ക്രിസ്തുവിന് വന്ന കാലം പല കാര്യം നടക്കണമെങ്കിൽ ഇതിങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ അല്ലേ? ഇത് ചിന്തിച്ച് അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് അതിൽ താമസിക്കാതെ അവർ കൈ കൊടുത്തത്. ദൈവത്തിന്റെ കരങ്ങളിലെ ആയുധങ്ങളാണ് ഈ സാമ്രാജ്യങ്ങളൊക്കെ. ആമേൻ. രണ്ടാമത്തെ വിഷയം, ഏതു സാഹചര്യങ്ങളിലും ദൈവസന്നിധിയിൽ നേരോടെ നടക്കുകയും ദൈവഹിതപ്രകാരം ജീവിക്കുകയും ചെയ്യണം. പ്രവാചകന്മാരുടെ ദൂതുകളിൽ നാം കാണുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രണ്ടാമത്തേത്, ഏത് സാഹചര്യങ്ങളിലും ദൈവസന്നിധി എന്ത് ചെയ്യണം? അത് കഷ്ടമായാലും നഷ്ടമായാലും നമ്മൾ പാടുമല്ലോ, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. അതിന്റെ അർത്ഥം വല്ല മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. ഏതു സാഹചര്യത്തിലും ദൈവസന്നിധി ചെയ്യണം, നേരോട് നടക്കണം. ഒരു വായും പ്രയോഗിക്കാതെ ദൈവസന്നിധിയിൽ നേരോടെ നടക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അതൊരു ആത്മീയ മണ്ഡലത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാണ് അവർ, പേരൊന്നും പറഞ്ഞില്ല. ഇപ്പം വന്ന ആൾ നമുക്ക് വളഞ്ഞ വഴി കൂടെ എന്ത് കാര്യം സാധിക്കാൻ പറ്റിയതാണ്. പണ്ടത്തെ ആൾ അത്ര പറ്റിയല്ല, ഇപ്പം വന്ന പുള്ളി നമുക്ക് വളഞ്ഞ വഴി കൂടെ ഏത് കാര്യം സാധിക്കാറുണ്ട്. എന്നാൽ ഇത് പറയുമ്പോൾ കേൾക്കുന്നവരൊക്കെ അടുത്തുണ്ടെന്നൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും തോന്നി. പിന്നെ പുള്ളിയോട് അത് പെട്ടെന്നൊന്നും പറയാൻ ഒക്കെയാണ്. സാഹചര്യം വേറെ അന്തരീക്ഷമാണ്. വളഞ്ഞ വഴികൂടെ ജീവിക്കാനാണോ ദൈവം നമ്മളെ വിളിച്ചത്? ആണോ? നേരോടെ നടക്കുന്നവർക്ക് അല്പം ഞെരുക്കമാണെങ്കിലും ദൈവം ഒരു സമൃദ്ധി വെച്ചു അല്ലേ? ഉണ്ടോ? യോസേഫ് സ്വന്തം സഹോദരന്മാരാൽ തള്ളപ്പെട്ടില്ലേ? പൊട്ടക്കെട്ട് വീണില്ലേ? വിശുദ്ധിക്ക് വേണ്ടി പൊത്തിപ്പേരുടെ ഭവനത്തിൽ നിന്നപ്പോ കിട്ടിയതന്നാ പറ. ഇന്നത്തെ കൃപയുള്ളവർ പറയും യോസേപ്പിന് അത് തന്നെ വേണം, എനിക്ക് അന്നേരം അറിയപ്പെടിയ വേറെ ടൈപ്പാണ്. പറഞ്ഞില്ലേ? പറയുമല്ലയോ? കാരണം യോസേപ്പ് ആരാണെന്ന് വിവേചിപ്പാനുള്ള കൃപ ഇല്ലാത്തോണ്ട് അത് പറയുന്നത്.
Praise God. അവൻ കാരാഗ്രഹത്തിൽ ചെന്നെങ്കിൽ മാത്രമേ അവരുടെ വ്യാഖ്യാനപരവും ശക്തമാണത്. ദൈവം കൊടുത്ത കൃപാവരങ്ങളൊന്ന് ജ്വലിച്ച് പ്രകാശിക്കണമെങ്കിലുണ്ടല്ലോ, പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിൽ നമ്മൾ അകപ്പെടേണ്ടി വരും. ആ കൃപ നീ സൂക്ഷിച്ചാൽ മതി, അടുത്ത് നിനക്കൊരു പ്രൊമോഷൻ. ആ പ്രൊമോഷന് വേണ്ടി രാജ്യത്തിന്റെ ഉന്നതനായ രാജാവിനെ തന്നെ ദൈവം പിടിച്ചു. ഒരു പാവപ്പെട്ടവന് വേണ്ടി ദൈവം ഫറവോനെ ടച്ച് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ദൈവം ചെയ്യുമ്പോ ചില ഉയർന്ന അനുഭവങ്ങളിൽ കൂടെ നടത്തും. പക്ഷെ കൃപ ശക്തമായി സൂക്ഷിച്ചു. ദൈവം തരുന്ന കൃപാവരങ്ങൾ മുറുകെ പിടിച്ചു നിന്നോണം. അത് നന്നായി ജ്വലിപ്പിച്ചോണം. മറ്റുള്ളവരുടെ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്താതെ ഉള്ളതുള്ള പോലെ പറഞ്ഞാൽ നിന്നെ തേടി ആള് വരും. അത് ഉന്നതന്മാര് തന്നെ വരും. അതിന് നന്മ നീ പ്രാപിക്കും. മൂന്നാമത്, ദൈവിക നിയമങ്ങൾ. ഇതിനെല്ലാം റെഫറൻസ് ഉണ്ട് കേട്ടോ. നോട്ട്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാം. ദൈവിക നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കണം. ആമോസ് 2:7 വായിക്കാമോ? 7-8. അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയും ചെയ്യുന്നു. എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവന്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. അടുത്ത 9:12. വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും. ശക്തമായ 2 ദൈവാലോചന അതിനകത്തുണ്ട്. 1, ദൈവീയ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കണം. ഇത് മാറ്റിവെക്കാനുള്ളതല്ല കേട്ടോ, പറ്റിയല്ല. കഴിഞ്ഞ ആഴ്ചയല്ലേ 4 പേര് എന്റെ വീട്ടിൽ വന്നു. 2 പാസ്റ്റർമാരും 2 സഹോദരന്മാരും എന്നോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യം ഞാനിപ്പം പറയുന്നില്ല. ആ ചോദ്യത്തിന്റെ ആൻസർ ഞാനായിട്ട് പറയാതെ വേദപുസ്തകം ഞാൻ എടുത്ത് വായിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ശരിയാത്ത അതിൽ 3 പേര് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ബൈബിള് ശരിയാണെങ്കിൽ പാസ്റ്ററെ ഞങ്ങൾ എന്നോ ചെയ്യാനാണ്, അതങ്ങനാണ്, ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. ഒരാള് പറഞ്ഞു വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതാ നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം വചനം അനുസരിക്കുന്ന എനിക്ക് മനസ്സിലായി 4 പേരിൽ ഒരാളെ ഉള്ളൂ ഡയറോസിന്റെ വേദന എന്ത് ചെയ്യുന്നത്. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ദൈവിക നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി അനുസരിക്കണം. മാത്രമല്ല നമ്മുടെ ആത്മീയ അടിത്തറ നമ്മൾ കെട്ടിപ്പോക്കണം. ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങൾ എന്ന് പറഞ്ഞാൽ നാം ദൈവസഭയ്ക്ക് ആശ്വാസവും അനുഗ്രഹമായിരിക്കും. ദൈവസഭ പണിയാൻ നമ്മളിതിൽ ഏൽപ്പിച്ചു. 4, കൽപ്പന ലംഘികളെ ദൈവം ന്യായം വിധിക്കും. കൽപ്പന ലംഘികളെ ദൈവം ചെയ്യും. ഈ കാര്യങ്ങളാണ് പ്രവാചകന്മാരെ എപ്പം പ്രവചിച്ചാൽ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ രത്ന ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ദൈവം ലോകത്തിന്റെ ഭരണാധിപനാണ്. ഏത് ലോകരാജ്യങ്ങളും ദൈവത്തിന്റെ കരങ്ങളായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ദൈവജനം എന്ത് ചെയ്യണം? ഏത് സാഹചര്യങ്ങളും നേരോടെ ജീവിക്കുകയും ദൈവഹിതം അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. ദൈവത്തിന്റെ നിയമങ്ങൾ ഭാഗികമായിട്ടല്ലാതെ പൂർണ്ണമായി നമ്മൾ അനുസരിക്കണം. നമ്മുടെ ആത്മീയ അടിത്തറ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? കെട്ടിപ്പോക്കണം. കൽപ്പന ലംഘിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ഈ പ്രവാചകന്മാരുടെ ദൂതുകളുടെ എല്ലാം രത്ന ചുരുക്കി ഒരു ക്യാപ്സൂൾ ആക്കി തന്നാൽ ഒറ്റ വാക്യമേ ഉള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം 6-5 വാക്യം വായിക്കണം. 2 സൗരന്മാരും വായിക്കണം. ആവർത്തനം 6:5.
നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാം. ഈ 17 170 പ്രവാചകന്മാർ വന്നാലും ദൂതിന്റെ ഉള്ളടക്കം എന്നാ ഈ പറഞ്ഞ വാക്യം സൗർമാണെന്ന് വായിച്ചു. നിന്റെ ദൈവമായ നീ പൂർണ്ണ ഹൃദയത്തോടും നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നടക്കുവോ? വായിക്കാൻ എളുപ്പമോ? ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുമോ? കൊച്ചു കൊച്ചു വിഷയങ്ങൾ ആരാധനയ്ക്ക് മുമ്പ് വന്നാൽ സഹായം മുടക്കാൻ ബന്ധപ്പെടുന്ന എത്ര പേരുണ്ട്? പൂർണ്ണമായി ദൈവത്തെ സ്നേഹിച്ചാൽ പലതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കണം. പല ബന്ധങ്ങളും അവസാനിക്കണം. പലതിനോടും ഗുഡ് ബൈ പറയണം. അതിലൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഈ വാക്യം പഠിക്കാൻ പറ്റും. ഈ വാക്യം കാണാതെ പഠിക്കണം. അടുത്ത ആഴ്ച ഞാൻ ചോദിക്കും. പ്രവാചകന്മാരെ പോലെ പഴയ നിയമ കാലഘട്ടങ്ങളിലും പുതിയ നിയമ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ഇല്ലേ? 3-4 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ. ഒരാളുടെയും പേര് ഹൃദയത്തിൽ തങ്ങിയതിനാൽ സ്തോത്രം. മോശയുടെ സഹോദരിയായ ലപ്പിദോത്തിന്റെ ഭാര്യ ദബോറ, രാജവസ്ത്ര വിചാരകനായ ശലൂമിന്റെ ഭാര്യ ഉൽദ, യെശയ്യാപ്രവാചകന്റെ ഭാര്യയും പ്രവാചകയായിരുന്നു. പുതിയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ടോ? ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഒന്നുകൂടെ ചോദിച്ചാൽ എന്താ പറഞ്ഞേ? പുതിയ നിയമ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരും പ്രവാചകന്മാരും ദൈവം അവർക്ക് കൊടുത്ത ശുശ്രൂഷ ചെയ്തു വരുന്നു. വായിച്ചാൽ വേഗത്തിൽ അപ്പോസ്തലപ്രവൃത്തി 13:1. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേം, ശൗൽ എന്നീ പ്രവാചകന്മാരും സിംഗുലർ ഫോം അല്ല, ബഹുവചനം. എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും 15-ാം അധ്യായം 32-ാം വാക്യം. യൂദായും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ അന്ത്യോക്യ സഭയിൽ ആരുണ്ടായിരുന്നു? പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇനി അപ്പോസ്തലപ്രവൃത്തി 11:27-28 വായിച്ച്. ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് യെരൂശലേം സഭയിൽ ആരുണ്ടായിരുന്നു? പ്രവാചകന്മാരുണ്ടായിരുന്നു. പിന്നെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഗബോസ് എന്ന പ്രവാചകനെതിരെയും കാണാൻ പറ്റും അല്ലേ? അവരിൽ അഗബോസ് എന്ന് പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത്രേ ഉള്ളൂ. അന്നേരം 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭകളിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, ആ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്മാർക്കും പ്രവചനത്തിനും പൗലോസിന്റെ ലേഖനങ്ങളിൽ നല്ല സ്ഥാനം നൽകിയിട്ടുണ്ട്. എഫെസ്യർ 4:11 വായിച്ച്. നമ്മൾ ഈ അവരിലും പറഞ്ഞ വേദപുസ്തകം മാത്രം അങ്ങ് പഠിച്ചാൽ മതി. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും നമുക്കൊരു 5 ശുശ്രൂഷാ വൃന്ദങ്ങൾ അവിടെ ഉണ്ട്. ദൈവസഭയിൽ പ്രവാചകന്മാരുണ്ട്. അത് ദൈവം നിയമിച്ചതാണ്. Prophets are appointed by God. ദൈവം നിയമിച്ചതാണ് അല്ലേ? എന്താ പണിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ശരിയല്ലേ? സ്തോത്രം. വേദത്തിൽ വാക്യം അതുപോലെ വായിച്ചതേ ഉള്ളൂ. എന്നോട് വേണ്ടി ഒരു കാര്യമില്ല. സ്തോത്രം.
വീട്ടിൽ ചെന്ന് ബാക്കിയൊന്നും വെട്ടിക്കളയല്ലേ. ഒന്ന് കൊരിന്ത്യർ 12:28 വായിച്ചേ. 1 കൊരിന്ത്യർ 12:28. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. രണ്ടാമത് പ്രവാചകന്മാർ. സഭ ഇന്നിവിടെ ഉണ്ടോ? ഭൂമിയില് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. സഭയുള്ള കാലത്തോളം രണ്ടാമത് എന്തോ ഉണ്ട്? ജീസസ്. ഇനി 13:9. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. 14-ാം അധ്യായം 39-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവരം വാഞ്ചിപ്പീൻ. അതുകൊണ്ട് സഹോദരന്മാരെ എന്ത് ചെയ്യണം? പ്രവചനവരം വാഞ്ചിപ്പീൻ. ഇതാരും പറഞ്ഞ കാര്യം. ഇനി ആരെല്ലാം വാഞ്ചിക്കേണ്ട, അത് ആവശ്യമില്ലെന്ന് പറഞ്ഞാലും അപ്പോസ്തലനായ പൗലോസിന് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം, ഇത് മാത്രം എടുക്കാൻ മനസ്സില്ലല്ലേ? ഭൂമിയിൽ ദൈവസഭയുള്ള കാലത്തോളം 5 ശുശ്രൂഷ വൃന്ദങ്ങളിൽ പ്രവാചകന്മാർക്കുള്ള സ്ഥാനം പുതിയ നിയമസഭയിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നു. പലരും എടുത്തു പറയുന്നതാണ് 1 കൊരിന്ത്യർ 13:8. അത് വെച്ചാണ് മൊത്തം ഈ കളിക്കുന്നത്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല, പ്രവചനവരമോ അത് നീങ്ങിപ്പോകും. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും. ഈ ഒരു വാക്യം നീങ്ങിപ്പോയെന്നുള്ള വേദോസമുള്ള ഒരു നിവൃത്തിക്ക് പ്രവചനവരം നീങ്ങിപ്പോയി എന്ന് എഴുതിയിട്ടുള്ള എല്ലാവരും ബൈബിളും ശ്രദ്ധിച്ചു നോക്കി. പോകുന്നാണോ, അത് പോയെന്നാണോ, അത് പൊയ്ക്കോണ്ടിരിക്കുന്നതാണോ? എന്താ ബൈബിളിലെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒക്കെ ഭയങ്കര വിലയാണ്. എന്നാ പ്രവചനവരം നീങ്ങി പോകുന്നത്? തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. പറയാണ് പ്രവചനവരം നീങ്ങിപ്പോകും. എപ്പോൾ? പൂർണ്ണമായത് വരുമ്പോൾ. എപ്പോഴാ? സഭയുടെ ഉന്നമനത്തിനും ആത്മീയ വർധനയ്ക്കും നൽകപ്പെട്ട ആത്മവരങ്ങൾ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നതോടുകൂടെ നിന്നുപോകും. സഭ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്ക് വേണ്ടിയുള്ളതായി അന്നാ നീങ്ങിപ്പോകുന്നത്. അതിന് മുമ്പ് നീങ്ങിപ്പോവുകയില്ല. പിന്നെ നാം ദൈവത്തെ മുഖാമുഖമായി തീരും. 2 വാക്യം പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. 1 കൊരിന്ത്യർ 13:12. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അപ്പോൾ മുഖാമുഖമായി നമ്മുടെ കർത്താവിനെ കാണുന്നത് വരെ ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള ദർശനങ്ങള്, വെളിപ്പാടുകള്, ദൂതുകള്, അള്ളപ്പാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്തെല്ലാം പ്രവചിച്ചാലും മതിയാവോ? മതിയാകില്ല. 1 യോഹന്നാൻ 3:2 വായിച്ചേ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അടുത്തത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് സദൃശ്യന്മാരാകും. അവനോട് സദൃശ്യന്മാരാകും. അതുവരെ പ്രവചന സഭയ്ക്കകത്തുണ്ടെന്നേ. AD 150 ശേഷം ആത്മീയ ശുശ്രൂഷകളിൽ അതിന്റെ ശക്തി കുറഞ്ഞുപോയി. ഒരുപാട് പീഡനങ്ങൾ, പ്രശ്നങ്ങൾക്ക് വന്നപ്പോൾ ഇതിന്റെ ശക്തി കുറഞ്ഞുപോയി. ഇരുണ്ട കാലഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 18-ാം നൂറ്റാണ്ടോടുകൂടെ ഈ ആത്മീയ കൃപാഫലങ്ങൾ ശക്തിയോടെ ദൈവസഭയിൽ മടങ്ങി വരാൻ തുടങ്ങി. ഭയങ്കര ഉണർവിന്റെ കാറ്റ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകമെമ്പാടും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം,
പ്രവാചകന്മാരെ നിയമിച്ചത് പെന്തക്കോസ്ത് സഭയോ ബ്രദറൻ സഭയോ കത്തോലിക്ക സഭയോ അല്ല. പിന്നെ ആരാ നിയമിച്ചത്? ദൈവമാണ് നിയമിച്ചത്. ദൈവം ബാക്കി 4 പേരെ നിർത്തിക്കൊണ്ട് ഈ കൂട്ടരെ മാത്രം എടുത്ത് എറിഞ്ഞെന്ന് എവിടെ എഴുതി? വേദപുസ്തകത്തെ തെറ്റായി ഏത് വലിയവനാണെങ്കിലും വ്യാഖ്യാനിക്കില്ല. എനിക്ക് വളരെ നിർബന്ധമുണ്ട്. വേദപുസ്തകം എന്താ പറയുന്നത്? വചനത്തിൽ കാര്യം മാത്രമേ പറയുന്നു, മാത്രമേ പറയൂ. അതങ്ങനെ തന്നെയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത് ഈ വേദപുസ്തകം കയ്യിലെടുക്കുന്ന 2 കാര്യം അറിയണം. ഒന്ന്, ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കണം. സത്യമായ അറിവ് നൽകുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതുകൊണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാം എന്ത് ചെയ്യണം? ഇത് സത്യമാണെങ്കിൽ ഇത് മുഴുവൻ അനുസരിക്കണം. ഇതിന് മനസ്സില്ലാത്തവൻ വേദോസം തൊട്ടുപോയി. ദൈവസഭ ഉള്ള കാലത്തോളം ശുശ്രൂഷണം. പറഞ്ഞ് ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. 1 Corinthians 14:3 പെട്ടെന്ന്. പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി. കൊരിന്ത്യ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, പ്രവാചകൻ ജനത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആശ്വാസത്തിനുള്ള ദൂത് എന്ത് ചെയ്യുന്നു? നൽകുന്നു. പുതിയ നിയമസഭയിൽ ആത്മീയ വർദ്ധനയ്ക്കും ആശ്വാസത്തിനുള്ള ദൂത് കൊടുക്കുന്നത് പ്രവാചകന്മാരാണ്. അല്ലെ? 4-ാം വാക്യം. ഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് ആത്മീക വർദ്ധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർദ്ധന വരുത്തുന്നു. പ്രവാചകനുള്ള സഭ ആത്മീയവർദ്ധനയുണ്ട്. മനസ്സിലായോ? അപ്പം ചവറും പ്രവചിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവം കൊടുക്കുന്ന അള്ളപ്പാട് ഇവിടെ പറയുന്നു, അവിടെ ഡിസ്പ്യൂട്ട് ഇല്ല, അവിടെ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കും. 14:5 വായിച്ച 1 Corinthians 14:5. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവനേക്കാൾ വലിയവനാണ് പ്രവാചകൻ. പൗലോസിന്റെ ആഗ്രഹം എല്ലാവരും പ്രവാചകന്മാരാണ്. ആമേൻ. അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളമായിരിക്കുമ്പോൾ പ്രവചനം വിശ്വാസിക്ക് അടയാളമാണ്. 1 Corinthians 14:22 വായിക്കണ്ട. പ്രവചനം അവിശ്വാസികൾക്ക് പാപബോധം ഉണ്ടാക്കും. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം പ്രവചനം ആത്മീയ വർദ്ധനയ്ക്കും ആശ്വാസത്തിനും യഥാസ്ഥാനത്തിനും ഒരത്യാവശ്യ ഘടകമാണ്. ആകയാൽ നമ്മുടെ സഭയുടെ ആത്മീയ ഉന്നതിക്കായി പ്രവാചകന്മാരെ അംഗീകരിക്കുകയും പ്രവചനത്തിൽ വിശ്വസിക്കുകയും അതിനായി വാഞ്ചിക്കുകയും ചെയ്യണം. ഒരു പ്രവാചകന് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. അതുപോലെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ജനത്തെ ബോധവൽക്കരിച്ച് അവരെ അനുസരണത്തിലേക്ക് നടത്താൻ വേണ്ട ദൂരക്കാഴ്ചയും ഉണ്ടായിരിക്കണം. പ്ലീസ് ഓൾ സ്റ്റാൻഡ്. ഫസ്റ്റ് ഇൻ ദ നെക്സ്റ്റ്